പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സിൽക്കി കോട്ട സാരിയാണ്. സിൽക്കി കോട്ടയിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ 12 കളേഴ്സ് ഉണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നു. അതുപോലെ ഇതിൻ്റെ പല്ലുവിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു, 2 സൈഡിലും ബോർഡർ വരുന്നു. ഈ ബോർഡറിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയേ വരിക. ഈ സൈഡിൽ ഈ കുത്തുന്ന ഭാഗം വരെ ഈ ബോർഡർ വരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഹാഫായിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ ബോർഡറും കൂടെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സെൽഫായിട്ട് തന്നെ ഉള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പല്ലു ഇങ്ങനെ വരുന്നു, ഒരു ഡയമണ്ട് ഷേപ്പിൽ ഉള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്ക് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1985 ആണ്. ഇതൊരു ബ്ലൂവിഷ് ഗ്രേ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഓൾ ഓവർ വരിക. ഇതിൻ്റെ ഡിസൈനുകളെല്ലാം സെയിം തന്നെ, കളറിൽ മാത്രം മാറ്റമുള്ളൂ. പിന്നെ കളേഴ്സ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ്. ഈ മെറ്റീരിയൽ എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് 1 ലെയർ ആയിട്ട് ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ടും വെയർ ചെയ്യാൻ പറ്റും. ഇത് വാഷബിളാണ് ഈ മെറ്റീരിയലും. അതുപോലെ നമുക്ക് സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിൽ ചെയ്യുകയും വേണ്ട കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയലില്ല. അപ്പോൾ ഈ സൈഡിൽ ഇവിടം വരെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. ഈ സൈഡ് ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ബോഡി ഇങ്ങോട്ട് വരുമ്പോൾ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും ബോർഡറും വരിക. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈനും. ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതേ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വന്നിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1985. നല്ലൊരു പീച്ച് ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും. സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഒരു ഡയമണ്ട് ഷേപ്പിൽ ബോർഡറും വരുന്നുണ്ട്. 2 സൈഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഈ സൈഡിൽ ഈ ഭാഗം വരെ ഇത് വരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൽ ഡിസൈൻ വരിക. ഇതാണ് പല്ലു. ഇതാണ് അതിൻ്റെ ഉൾഭാഗം വന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ഉൾവശമാണ് കേട്ടോ. പിന്നെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വന്നിരിക്കുന്നു. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സെൽഫായിട്ടുള്ള ആ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ആ ബോർഡറും ഉണ്ട്. ഇതിൻ്റെ ഈ കട്ട് വർക്ക് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ഒരു ഡയമണ്ട് പാറ്റേണിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ടല്ലോ, ഇതും അതിനോട് ഏതാണ്ടൊരു സാദൃശ്യമായ ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. ഒരു പിങ്കിൻ്റെ ഷെയ്ഡ്. നല്ല കളേഴ്സാണ് കേട്ടോ. ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറാണ് എല്ലാം. അതെ എന്നാന്ന് വെച്ചാൽ കളർ കുറഞ്ഞവർക്കായാലും നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നിപ്പിക്കുന്ന കളറിലാണ് എല്ലാ ഈ സാരികളും വന്നിരിക്കുന്നത്. എല്ലാ കളറുകളും ഇപ്പം ഞാൻ തന്നെ കാണിച്ച കളറുകളെല്ലാം അതുപോലെ തന്നെ ഇനി കാണിക്കാനിരിക്കുന്ന കളറുകളും നല്ല കളേഴ്സാണ്. ഇങ്ങനെ അതിൻ്റെ ഡിസൈനും അതിലേറെ ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. കട്ട് വർക്ക് വന്നിരിക്കുന്നു, എംബ്രോയ്ഡറി വർക്ക് ഒന്ന്. റേറ്റ് ആയാലും നമുക്ക് ഉൾക്കൊള്ളാവുന്ന റേറ്റ്. കാരണം ഈ 2 സൈഡിലെ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും ഈ മെറ്റീരിയലിൽ ഇങ്ങനെയാണ് പല്ലു. അതുപോലെ ബോഡി പാർട്ടിലും ആ എംബ്രോയ്ഡറി വർക്ക് ഏകദേശം ഫുള്ളായിട്ട് തന്നെ വരുന്നുണ്ട്. ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. റേറ്റ് വരുന്നത് 1985 ആണ്. അതുപോലെ ഈ ഭാഗം ഇങ്ങനെ വരുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. ഇതൊരു ലൈറ്റ് ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്.
എല്ലാത്തിൻ്റെയും ഡിസൈൻ ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എല്ലാം വിടർത്തി തന്നെ കാണിക്കുന്നത്. ആർക്കും ഒരു ഡൗട്ട് വേണ്ട. ഡിസൈനുകളായാലും എനിക്ക് കാണിക്കാവുന്നതിൻ്റെ മാക്സിമം ആയിട്ട് ഞാൻ ഈ ഡിസൈനുകൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഓൾ ഓവർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സാരിയുടെ. അതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ബോഡി പാർട്ടിലും വരുന്നുണ്ട്. 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. ഇത് വളരെ എളുപ്പമുള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ ഉള്ള ഒരു മെറ്റീരിയലുമാണ്. ഇത് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് അതുപോലെ ബോർഡറും വരുന്നു. ഈ ഭാഗം ഇതിൻ്റെ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ എല്ലാ സാരിയുടെയും കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. സ്കാറ്റേർഡ് ആയിട്ട് ഈ ഡയമണ്ട് ഷേപ്പും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1985. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നുണ്ട്. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇത് പല്ലുവിലും വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നു. റേറ്റ് വരുന്നത് 1985. ഇതൊരു ഒണിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ്. ഞാനിപ്പം ഈ കളറുകളുടെ കാര്യത്തിൽ പറഞ്ഞത്, നമ്മളിത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ കോളിൽ വിളിച്ചാൽ ഇത് ഏതാണെന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സാരി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഡൗട്ടും ക്ലിയർ ആവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്നത്. ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും ബോർഡറും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. റേറ്റ് വരുന്നത് 1985. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ ഷെയ്ഡിലാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലെ ഡിസൈൻ ഇങ്ങനെ വരുന്നു. അതുപോലെ ബോഡി പാർട്ടിൽ ഒരു ഡയമണ്ട് ഷേപ്പ്. 2 സൈഡിലും ബോർഡർ. പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതാണ് ഈ പല്ലുവിൽ വരുന്ന ഡിസൈൻ. എംബ്രോയ്ഡറി വർക്ക്, കട്ട് വർക്ക്, ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള കട്ട് വർക്കും അതോടനുബന്ധിച്ച് തന്നെ ആ എംബ്രോയ്ഡറി വർക്കിൻ്റെ ആ ഫ്ലവറിനും ഒരു കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ അങ്ങനെ തന്നെ വരുന്നു. ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാത്തിനും സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇതാണ് ഇതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 12 കളറുകളുണ്ട്. ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.